അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമോ? ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയെടുക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ്. സാമ്പത്തിക ആരോപണത്തിലെ 5 കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ഡിജിപിയുടെ ശുപാർശ. എഡിജിപി എം ആർ അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണ ശുപാർശയിൽ നടപടിയെടുക്കാതെ മുഖ്യമന്ത്രി. ഡിജിപി ശുപാർശ നൽകി 5 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ നടപടി സ്വീകരിച്ചില്ല. എഡിജിപിക്കെതിരായ അൻവറിന്റെ ആരോപണങ്ങളിൽ ഡിജിപി ഈ ആഴ്ച ഇടക്കാല റിപ്പോർട്ട് നൽകും. PV അൻവർ നൽകിയ മൊഴിയിൽ എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ സാമ്പത്തിക ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ബന്ധുക്കൾ മുഖേന സ്വത്ത് സമ്പാദനം, കേസ് അട്ടിമറിക്കാൻ പണം വാങ്ങൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. സാമ്പത്തിക ആരോപണത്തിലെ 5 കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് ഡിജിപിയുടെ ശുപാർശ. തന്റെ കീഴിലുള്ള പ്രത്യേക സംഘത്തിന് സാമ്പത്തിക ആരോപണങ്ങൾ അന്വേഷിക്കാനാവില്ലെന്ന നിലപാടെടുത്തതോടെ എഡിജിപിയെ സംരക്ഷിക്കുന്ന സർക്കാരാണ് വെട്ടിലായത്. എഡിജിപിയുടെ ബന്ധുക്കളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അന്വേഷിക്കാൻ 3 മാസത്തിലധികം വിജിലൻസിന് വേണ്ടിവരും. അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ഡിജിപി കുറ്റവിമുക്തനാക്കിയാലും സാമ്പത്തിക ആരോപണങ്ങളിൽ നിന്നും എഡിജിപിക്ക് മോചനം നേടാൻ വീണ്ടും സമയമെടുക്കും. അജിത്തിനെ വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക് കുരുക്കാൻ താൽപര്യമില്ലാത്ത സർക്കാർ വിജിലൻസ് അന്വേഷണ ശുപാർശയിൽ തീരുമാനമെടുക്കാതെ നീട്ടുകയാണ്. പ്രാഥമിക അന്വേഷണം കഴിഞ്ഞാലും വിജിലൻസ് അന്വേഷണം അതിവേഗത്തിൽ പൂർത്തിയാകില്ല. ഭരണകക്ഷി MLAയും ഒരു SP-യും ആരോപണം ഉയർത്തിയിട്ടും എഡിജിപിയെ സംരക്ഷിച്ച സർക്കാർ 1 മാസത്തിനുള്ളിൽ പരാതികളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഡിജിപിയോട് ആവശ്യപ്പെട്ടത്. ഈ ആഴ്ച തന്നെ ഡിജിപി സർക്കാരിലേക്ക് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. കേരളത്തിൽ സ്വർണ്ണക്കടത്ത് വർദ്ധിക്കുന്നുവെന്നും പിടിച്ചെടുക്കുന്ന കള്ളക്കടത്ത് സ്വർണത്തിന്റെ അളവ് കൂടുന്നുവെന്നും പോലീസിന്റെ തന്നെ കണക്ക്. കഴിഞ്ഞ 5 വർഷത്തിനിടെ പോലീസ് പിടിച്ചെടുത്തത് 148 കിലോഗ്രാം സ്വർണമാണ്. കേസുകളുടെ എണ്ണവും 188ആയി. ഇക്കൊല്ലം 6 മാസം കൊണ്ട് മാത്രം 18 കിലോ സ്വർണവും 15 കോടി രൂപയുടെ ഹവാല പണവും പോലീസ് പിടിച്ചു. 5 വർഷം മുൻപ് 2 സ്വർണ്ണക്കടത്ത് കേസുകൾ മാത്രം രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്ത് ഇക്കൊല്ലം ഇതുവരെ 26 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ വർഷം 48 കിലോ സ്വർണം പിടികൂടി 61 കേസുകളും രജിസ്റ്റർ ചെയ്തു. അതിനു മുൻപ് 80 കിലോ സ്വർണം പിടികൂടിയതിൽ 98 കേസുകളും രജിസ്റ്റർ ചെയ്തു. മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം സ്വർണം പിടികൂടിയതും കേസുകൾ രജിസ്റ്റർ ചെയ്തതും. അതേസമയം വിമാനത്താവളമുള്ള തിരുവനന്തപുരത്ത് നിന്നും കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. എറണാകുളം ജില്ലയിൽ ഒരു കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തത്. കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തെത്തിക്കുന്ന സ്വർണം പോലീസിന് കൃത്യമായി പിടികൂടാനാവുന്നുവെന്നത് സംശയത്തിന് ഇട നൽകുന്നതാണെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ആരോപണം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷങ്ങളിലായി ദക്ഷിണ മധ്യ കേരളത്തിൽ നിന്ന് ഒരു ഹവാല പണമിടപാട് കേസ് പോലും സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മാത്രം ഇക്കൊല്ലം ഇതുവരെ 15 കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. 67 കേസുകളും രജിസ്റ്റർ ചെയ്തു. 2020-ൽ 16 കോടി രൂപ പിടിച്ചെടുത്ത സ്ഥാനത്ത് 2022 ആയപ്പോൾ 36 കോടി രൂപയും 2023-ൽ 39 കോടി രൂപയുമാണ് പിടിച്ചെടുത്തത്.